നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പ്രണയതീരത്തെ ഓണക്കാലം എന്ന ഈ പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. എല്ലാവരും ഓണത്തിൻ്റെ ഒരു തിരക്കിലാണെന്ന് അറിയാം. എങ്കിലും ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് വളരെ വിശിഷ്ടരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നമ്മുടെ അടുക്കളയിൽ എത്തിയിട്ടുള്ളത്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ബഹുമുഖ പ്രതിഭകളെന്ന് തന്നെ വിശേഷിപ്പിക്കാം. സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റേഡിയോ ജോക്കിയായിട്ടായിരുന്നു തുടക്കം. ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചു. ശബ്ദം കൊണ്ട് നമ്മളൊക്കെ വിസ്മയിപ്പിച്ചൊരു കലാകാരനാണ്. ചേച്ചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് സീരിയലുകളുടെയും സിനിമകളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന കുടുംബ പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് ഇന്ന് ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കൊപ്പം ചേരുന്നത്. സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ക്രിസ് വേണുഗോപാൽ. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വിവാഹശേഷമാണ് കൂടുതൽ നിങ്ങളെ എല്ലാവരും തിരയാൻ തുടങ്ങിയതും കൂടുതൽ ജനകീയമാവുന്നതും എനിക്ക് തോന്നുന്നു വിവാഹത്തിന് ശേഷമാണ് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ ഓണമാണ്. അപ്പോൾ ഹാപ്പി ഓണം ആദ്യം തന്നെ അറിയിക്കുകയാണ്. എങ്ങനെയാണ് ഈ വർഷത്തെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓണത്തിന്റെ തിരക്കിലാണെന്ന് അറിയാമെങ്കിലും ഓണം എങ്ങനെയാണ് ഓർമ്മകളിൽ നമുക്ക് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് ഓർമ്മകളിലേക്ക് വരുന്നത്? ഓണത്തിൻ്റെ ഓർമ്മകൾ കുട്ടിക്കാലത്ത് കസിൻസിനോടൊപ്പം ഓണം ആഘോഷിച്ചൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഈ ഏജ് പറയുന്നത് നമ്മൾ ഓണം ഉണ്ണുക എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ നിന്നെക്കാളും 4 ഓണം കൂടുതലുണ്ട്. അത് ഈ ഗൾഫിൽ താമസിക്കുന്ന സമയത്ത് അവിടെ റേഡിയോയിലായിരുന്നത് കാരണം അവിടെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിൽ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായി, ഓരോ പ്രാവശ്യവും 6-7 ഓണമാണ് ഉണ്ണുന്നത്. കാരണം ഈ ഓരോ അസോസിയേഷൻ വിളിക്കുമല്ലോ. അപ്പോൾ അവിടെ ഒരു 11 വർഷം അവിടെ ഉണ്ടായിരുന്നതിൽ ഈ ഓണം ഉണ്ടത് 10-60 ഓണം ഉണ്ട്. അതാ ഇങ്ങനെ ആയിപ്പോയത്. ഇപ്പോൾ പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ഓണം അല്ലെങ്കിൽ നമ്മുടെ നാട്, ഭക്ഷണം, വേണ്ടപ്പെട്ടവരൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ പ്രവാസികൾ എന്ന് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം 10 വർഷത്തോളം റേഡിയോയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റേഡിയോ 11 കൊല്ലം, മൊത്തം UAE 14 കൊല്ലം. അപ്പോൾ ആ ഒരു പ്രവാസി ജീവിതം വളരെയധികം വിരസതയുള്ളതായിരുന്നോ? നന്നായിരുന്നു? സംഭവങ്ങളുമായിരുന്നു എന്ന് തന്നെ പറയാം, എല്ലാ രീതിയിലും. എങ്കിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളുണ്ടോ ഓണക്കാലത്ത്? ഉണ്ട്. എനിക്ക് ഓണം കേരളത്തിൽ ഞാൻ ആഘോഷിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ട് കേരളീയർ ഒന്നായിട്ട്, മലയാളികൾ ഒന്നായിട്ട് നിൽക്കുന്നത് അവിടെ മാത്രം. ഇവിടെ തിരുവനന്തപുരത്തിൻ്റെ ഓണം, കോട്ടയം ചെന്ന് കഴിഞ്ഞാൽ കോട്ടയത്ത്, എറണാകുളം, കണ്ണൂർ അങ്ങനെയാണ്. അവിടെ അങ്ങനെയല്ല. അവിടെ ഏതൊരു അസോസിയേഷൻ നോക്കിക്കഴിഞ്ഞാലും ഇപ്പം ഷാർജ അസോസിയേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കേരളത്തിൽ എല്ലാവരും അവിടെ ഉണ്ടാവും. കണ്ണൂർ തൊട്ട് അങ്ങ് പാറശാല വരെയുള്ള എല്ലാവരും ഒരു സ്ഥലത്തുണ്ടാവും. അവിടെ വടംവലിയും ഓണത്തല്ലും എല്ലാം അപ്പൊ അങ്ങനെ ആഘോഷം. അപ്പൊ ഓണം ശരിക്കും ഓരോ വർഷവും 6-7 ഓണം കൂടുതലുണ്ടതിന്റെ ഒരു അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അല്ല, എല്ലാവരോടും പറയാലോ എന്നെക്കാളും 10-36 ഓണം കൂടുതലുണ്ടതാണ്. അപ്പൊ അങ്ങനെ പക്ഷേ യെസ്, അവിടുത്തെ ആൾക്കാരുടെ സ്നേഹവും. അപ്പോൾ അത് ഞാൻ എവിടെയോ പറയുകയും ചെയ്തു. ഒരു ഓണത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ട് സാർ വെള്ളിയാഴ്ചയാണ് പ്രോഗ്രാം, വരണം. അപ്പോൾ ഈ ഓണം തൊട്ട് ക്രിസ്മസ് വരെ എല്ലാ ദിവസവും ഓണമാണ്, എല്ലാ വീക്കെൻഡും ഓണമാണ്. അങ്ങനെയാണ് ഓണാഘോഷം ഓരോ സംഘടന അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച വരണം. വരാം, വണ്ടി വിടണം? വേണ്ട, ഞാൻ വന്നോളാം. എന്നിട്ട് എല്ലാ ദിവസവും വിളിക്കും, സാർ വെള്ളിയാഴ്ചയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ വന്നോളാം, ഞാൻ മറക്കില്ല, ഞാൻ എത്തിക്കോളാം. അപ്പോൾ വ്യാഴാഴ്ച ആയപ്പോൾ വിളിച്ചിട്ട്, സാറ് ഷുവറായിട്ടും വരണം, നാളെ 8:30 സാറ് വന്നു കഴിഞ്ഞാൽ മഹാബലിയുടെ കൂടെ ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവിടെ മഹാബലി എല്ലാവരോടും സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് മഹാബലി ലോട്ടെടുക്കും. അപ്പോൾ അതിൽ സമ്മാനം കിട്ടാൻ പോകുന്നത് സാറിനാണ്. കിട്ടുന്ന സമ്മാനം ഗോൾഡ് കോയിനാണ്, പ്ലീസ് വരണേന്ന്. അങ്ങനെ ഓണം സർപ്രൈസ് അവിടെ അഭിനയിക്കേണ്ടി വരുന്ന അങ്ങനത്തെ അവസ്ഥ. പക്ഷെ അതൊരു രസമല്ലേ? അതായത് നമുക്കാണ് സമ്മാനം കിട്ടാൻ പോകുന്നതെന്ന് അറിഞ്ഞ് ലോട്ടിന് ഇപ്പൊ പിള്ളേരെ ഓണം അങ്ങനെ പലതരത്തിലുള്ള ഓണമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. പണ്ട് മുതൽക്കേ ഉണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി അത് പ്രചാരത്തിൽ വന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ കൂടുതലായിട്ട് വന്നപ്പോൾ ഈ പിള്ളേരെ ഓണം ഒക്കെ ആഘോഷിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. സാറിന്റെ മനസ്സിൽ അങ്ങനെ പിള്ളേരെ ഓണം ഉണ്ട്, ഓർമ്മയുണ്ടോ? കുട്ടിക്കാലത്ത് കസിൻസിൻ്റെ കൂടെ ഓണം ആഘോഷിക്കുമ്പോൾ അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഈ രാവിലെ പൂക്കളമിടുക, അങ്ങനത്തെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. ഓണം ഉണ്ണുന്നതിൻ്റെ രീതികൾ വേറെയായിരുന്നു. ഓണാഘോഷം നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലായിരുന്നു. ഇപ്പോൾ കോമ്പറ്റീഷനും ഇതൊക്കെ ആയി. ഇപ്പോൾ കുഞ്ഞുമോളുടെ നാട്ടിൽ ഓണപ്പൊട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു സമ്പ്രദായമുണ്ട്. അതായത് ഇങ്ങനെ കയറ് കൊണ്ട് താടി വെച്ച് വെച്ച് ഓണപ്പൊട്ടൻ വരുന്നൊരു സമ്പ്രദായമൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ആൾക്കാർ ഓർമ്മ പോലും ഉണ്ടാകുന്ന ലക്ഷണം കാണുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാത്ത ആ ലെവലിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ
കുമ്മാട്ടിക്കളി നമുക്ക് ആർക്കും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആകെ രാമായണം തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ. തോൽപ്പാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു കല തന്നെ ഇല്ലാണ്ടായിട്ടുണ്ട്. അതേപോലെ പാവക്കഥകളി ഇപ്പം ആരും കാണാനില്ല. കഥകളി പദങ്ങൾ പാടി പപ്പറ്റ്സിൽ കഥകളി അവതരിപ്പിക്കുന്ന രീതി, പാവക്കഥകളി ഇപ്പം നമുക്കില്ല. അപ്പം അങ്ങനെ കുറേ കലാരൂപങ്ങളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളും എല്ലാം നമ്മൾ മിസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ഓണം. കുഞ്ഞുമോക്ക് ശരിക്കും കുഞ്ഞുമോള് പണ്ട് ഓണത്തിന് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുടെ കൂടെ കുമ്പിള് കുത്തി പോയ അങ്ങനെയല്ലേ പണ്ട് ചെറുപ്പകാലങ്ങളിൽ അങ്ങനെയല്ലേ. അത് ഈ കുറെ കുട്ടികൾ ഒന്നിച്ച് നമ്മള് ഒരു എന്താണ് ഇതിന്റെ ഇല കൂട്ടി വെച്ച് നല്ല എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒക്കെ പോയി പറിച്ചുകൊണ്ടിരും. പിന്നെ ഇതുപോലെ തന്നെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ സ്കൂളുകളിലാണ് നമുക്ക് അവിടെ. അപ്പോൾ അവിടെ മത്സരങ്ങൾ സ്കൂൾ ഇല്ല വീടുകളിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്കൂളിൽ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇത് ആ ദിവസം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും, ആ ടൈം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. രാവിലെ 9 മണി തൊട്ട് തുടങ്ങി രാത്രി വരെ സ്കൂളിലായിരിക്കും നമ്മൾ കഴിക്കാൻ വേണ്ടി മാത്രം പോവും. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ എല്ലാവരും തലേ ദിവസമേ ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ പോയി കൊണ്ടുവന്ന് അതെല്ലാം ഇങ്ങനെ ഓരോരോ സെഷനൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് രാവിലെ 5 മണിയാകുമ്പോൾ സ്കൂളിൽ പൂവിടാൻ വേണ്ടി പോകും. അപ്പോൾ ഞാനും ഏട്ടൻ കുറച്ച് ഇങ്ങനെ ഓരോരോ ടീമുണ്ട്. അപ്പോൾ ഏട്ടന് എനിക്ക് ഫസ്റ്റ് കിട്ടുക. അതൊരു രസമാണ്. അതൊന്നും ഇപ്പം ഇല്ല. ആ ഓണാഘോഷ പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ശരിക്കും പറഞ്ഞാൽ നഷ്ടായി. പിന്നെ കണ്ണൂരിലെ ഓണത്തിന് ചിക്കൻ ഫ്രൈ ഇല്ലാതെ അത് വിഷു ആയാലും ഓണമായാലും നമ്മൾ സദ്യ ഉണ്ടാക്കും, എല്ലാ കറികളും ഉണ്ടാകും. പക്ഷെ അതിന്റെ കൂടെ ചിക്കനും കൂടി അതറിയില്ല, പണ്ട് മുതലേ അങ്ങനെയാണ്. അത് ഇങ്ങനെ കൊണ്ടുപോകുന്നു. അതെ. ഇപ്പോ വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ ഓണമാണ്. തീർച്ചയായിട്ടും മധുരം കൂടും അല്ലേ? പിന്നെ തീർച്ചയായും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്രയും ആഘോഷമാക്കിയ മറ്റൊരു കല്യാണം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ് പലർക്കും. കാരണം അത്രയേറെ ആൾക്കാർ ആഘോഷിച്ച ഒരു വിവാഹമായിരുന്നു. എങ്ങനെ നമുക്ക് വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തെളിയിച്ച ഒരു കപ്പിൾ കൂടിയാണ് നിങ്ങൾ. എങ്ങനെയാണ് വിവാഹ ജീവിതമൊക്കെ എങ്ങനെ പോകണു? നന്നായിട്ട് പോകുന്നു. ഇതിനിടയ്ക്ക് 3 പ്രാവശ്യം ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ന്യൂസ് ഇറക്കി. പിന്നെ ഓരോ ദിവസം ഞങ്ങളിപ്പോൾ യൂട്യൂബിൽ നോക്കും ഞങ്ങൾ പല്ല് തേച്ചോ കുളിച്ചോ എന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയ പറയുന്നത് ഞങ്ങൾ എന്താ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ എപ്പോഴും ഞാൻ ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന സന്തോഷം കുഞ്ഞുമോൾക്ക് കിട്ടാവുന്ന സന്തോഷം ഞാനും ആവണം. അത് യൂട്യൂബേഴ്സ് പറഞ്ഞാലും ആൾക്കാർ പറഞ്ഞാലും അത് കേൾക്കുകയോ കേൾക്കേണ്ടാതിരിക്കുന്നതൊക്കെ നമ്മുടെ തീരുമാനമാണ്. ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാരൊക്കെ വന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും സ്നേഹം തോന്നും. കാരണം അവർ യൂട്യൂബ് കാണാറുണ്ട്, സീരിയൽ കാണാറുണ്ട്. ആ പറഞ്ഞത് നന്നായി, ഇത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അവർ ഓരോ സ്പെസിഫിക്കും എടുത്ത് പറയുമ്പോൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ രാജീവ് സർ, താങ്ക് യു രാജീവ് സർ. ആരാ രാജീവ് സർ? അല്ല, ഈ രാജീവ് സർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ പെട്ടെന്ന് പേര് മറന്നവരെ. പക്ഷെ അത് അവരാ ഒരു സ്നേഹം. അപ്പൊ നമ്മൾ രാജീവ് ആവും. അപ്പൊ അങ്ങനെ അക്സെപ്റ്റൻസ് എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കുഞ്ഞുമോളും ഞാനും തമ്മിൽ ഞങ്ങൾ നന്നായിട്ട് തല്ലുകൂടാറുണ്ട്, ഒത്തിരി സ്നേഹിക്കാറുണ്ട്. അപ്പോൾ ലൈഫ് ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്. തല്ലുകൂടുന്നത് വാക്കിലെ കൂടെ മാത്രം കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിൽ ഉണ്ടാവില്ല രണ്ടുപേരും. ഏറ്റവും ചെറുതാ. എൻ്റെ മോന് ഇപ്പൊ 4 വയസ്സായി. 4ാം ക്ലാസ്സിലായി. 9 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ 4ാം ക്ലാസ്സിലെത്തി. ആ മോനെക്കാളും കുറച്ച് പ്രായം കുറവുണ്ടോ എന്നൊരു സംശയം. പിന്നെ ഈ വഴക്കൂടാനും സ്നേഹിക്കാനും സമയം കിട്ടാറുണ്ടോ രണ്ടുപേരും? പുള്ളിയാണെങ്കിലും സിനിമയിൽ സജീവമാണ്. ഇപ്പോൾ സിനിമയുണ്ട്, എഴുത്തിന്റെ ഈ വർഷം 100ാമത്തെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പൊ 97ആയി. അപ്പോൾ ഇനി 3 പുസ്തകം കൂടെ ആയിക്കഴിഞ്ഞാൽ 100 പുസ്തകങ്ങളാവും. പിന്നെ ക്ലാസ്സസ് എടുക്കാറുണ്ട് പല കോളേജസിലും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഡ്രൈവ് ചെയ്ത് 4-5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ക്ലാസ്സിൽ തിരിച്ചു വരുമ്പോൾ 1 ദിവസം കഴിഞ്ഞു. പിന്നെ പേഷ്യൻസ് വരാറുണ്ട്, അപ്പോൾ അവരെ നോക്കണം. അത് കൂടാതെ പ്രഭാഷണങ്ങൾ പല ക്ഷേത്രങ്ങളിലും നടക്കാറുണ്ട്. ഇപ്പോൾ രാമായണ മാസത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം അല്ലാതെ ഇൻ്റർവ്യൂസും ഞങ്ങളുടെ കുക്കറി ഷോയും സീരിയലും എല്ലാം ആകുമ്പോൾ കുറച്ച് സമയം കിട്ടുന്നത് മക്കളുമായിട്ട് എവിടെയെങ്കിലും പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പോവുക. അതൊക്കെ തന്നെയാണ് സന്തോഷം. സൈക്കോളജി ആയിരുന്നു മെയിൻ എടുത്തിരുന്നത്.
അത് ഞാൻ ബിടെക് സിവിൽ, പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ എൻവയറമെന്റൽ പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ്, MSc അപ്ലൈഡ് സൈക്കോളജി, സ്പെഷ്യലൈസേഷൻ ഹിപ്നോതെറാപ്പി. അല്ല, പിന്നെ അത് കഴിഞ്ഞ് LLB കഴിഞ്ഞ് ഇപ്പോൾ LLM ചെയ്യുന്നു, ഒരു ഡോക്ടറേറ്റും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. നേരത്തെ ഒരു ഡോക്ടറേറ്റ് കഴിഞ്ഞു മീഡിയ സൈക്കോളജിയിൽ, ഇനിയിപ്പോൾ സൈക്കോളജിയിൽ ഒരെണ്ണം ഒരു പേപ്പർ പ്രസന്റ് ചെയ്യാനുണ്ട്, ലോയിൽ DL ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കറിയാം അറിവിന്റെ ഒരു ഭണ്ഡാരമാണ് ക്രിസ് വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ. കൃഷ്ണൻ എന്നായിരുന്നു പേര് അല്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒഫീഷ്യലി പക്ഷെ അറിയപ്പെടുന്നത് ക്രിസ് വേണുഗോപാൽ എന്നാണ്. എന്തായാലും ആ ക്രിസ് എന്നുള്ള പേര് സ്വീകരിക്കാനുള്ളൊരു ദുബായിലേക്ക് പോകുന്ന സമയത്ത് ഞാനിവിടെ ട്രിവാൻഡ്രത്ത് സമയം കിട്ടുമ്പോഴൊക്കെ എല്ലാ ദിവസവും രാത്രി ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വെട്ടുകാട് പള്ളി പോകുമായിരുന്നു. അവിടെ റൊസാറിയോ അങ്കിളും ബാക്കി എല്ലാവരും ഈ കൃഷ്ണൻ എന്നുള്ളതിനെ ക്രിസ് ആക്കി അവർ വിളിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ ദുബായിൽ ചെന്നിട്ട് ഒരു ജോക്ക് നെയിം വേണം, കൃഷ്ണൻ എന്നുള്ള ജോക്ക് നെയിം. നമ്മൾ ആ ട്രോളിലൊക്കെ കാണുന്ന പോലെ നിന്റെ പേരെന്താ കൃഷ്ണൻ ഓ എന്ന് പറയുന്ന പോലെ അവിടെ അത് അക്സെപ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ക്രിസ് എന്നുള്ള പേരെടുത്തു. പിന്നെ അത് തന്നെ ആ നിക് നെയിം എടുത്തു. പിന്നെ അതെനിക്ക് റിലേറ്റബിൾ ആണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എഴുതിയ ബുക്സ് എല്ലാം ക്രിസ് എന്നുള്ള പേരിൽ വന്നപ്പം ഇടക്കാലത്ത് ഈ അച്ഛൻ്റെ പേരും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ, കാരണം നമുക്ക് ഇത്രയും ജന്മം തന്ന് നമുക്ക് നല്ലൊരു വഴി കാണിക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട ഒരാളുടെ പേര് നമ്മളിലൂടെ ലോകം അറിയണം എന്നുള്ളൊരാഗ്രഹത്തിൽ ക്രിസ് വേണുഗോപാൽ എന്നായി. ഇപ്പോൾ ആൾക്കാർ വേണുഗോപാൽ സാർ തന്നെ വിളിക്കണം, ക്രിസ്റ്റിനെ വിളിക്കണം. സന്തോഷമല്ലോ. കാരണം ഇപ്പോൾ ഭാഷ പഠിച്ചത് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ നിന്ന് കിട്ടിയതാണ്. അമ്മ പെട്ടെന്ന് കന്നഡയൊക്കെ പഠിച്ചെടുത്തു, ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും, അമ്മയ്ക്ക് ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യമുള്ള. അപ്പോൾ ആ ഒരു താല്പര്യം എനിക്കും ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ അച്ഛൻ്റെ സൈഡിൽ നിന്ന് അച്ഛൻ ഒരു ലൈഫ് മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങ് മാറ്റി വെച്ച ഒരാളാണ്. അപ്പോൾ അച്ഛൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓണമോ വിഷുവോ ആ സമയത്ത് നമ്മൾ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാളും ക്രിസ്റ്റിൻ്റെ അച്ഛനല്ലേ എന്നൊരാളെ കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ചോദിപ്പിക്കാം. വേറെയും നമുക്ക് ചെയ്യിപ്പിക്കാം, പക്ഷെ അത് പാടില്ലല്ലോ. ഹലോ ഇന്നാളുടെ അല്ലേ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന്, അതല്ല. അല്ല, ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശം കൂടിയാണ്. നമ്മളെ നോക്കി വളർത്തി അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു വലിയൊരു ട്രിബ്യൂട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശം കൂടിയാണ്. നമ്മളെ നോക്കി വളർത്തി അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു വലിയൊരു ട്രിബ്യൂട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അത്തരത്തിൽ നമുക്കൊരു അംഗീകാരമാണല്ലോ നമ്മളിലൂടെ അറിയപ്പെടുക എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യം. മാത്രം ഓർക്കണം, 4 വയസ്സ് 5 വയസ്സുള്ള പ്രായം വരെ നമുക്ക് നടക്കാൻ പറ്റാതിരുന്നപ്പം വിരൽ തന്ന അച്ഛന് നടക്കാൻ വയ്യാണ്ടാവുന്ന ഒരു സമയത്ത് കൈ കൊടുക്കാൻ നമ്മളില്ല എന്നുണ്ടെങ്കിൽ നാണമില്ലല്ലോ, ആ ജന്മത്തിന് അർത്ഥമില്ലല്ലോ. പല ആൾക്കാരും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലത്തും നിൽക്കുന്നത്, ഞാനും നിന്നിട്ടുള്ളതാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എൻ്റെ അച്ഛന് ആവശ്യം വരുമ്പോൾ ഞാൻ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വലിയ തെറ്റാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോൻ എന്നെ കണ്ട് പഠിക്കും. അപ്പോൾ അവൻ അവൻ്റെ വഴി നോക്കി പോവും. എനിക്ക് ഒരാവശ്യം വരുമ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ നീ ചെയ്തില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവിടെ പോകും. അപ്പം അത് ഞാൻ എൻ്റെ മകൻ എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു, അവന് ഞാൻ എക്സാമ്പിൾ ആവണം, അപ്പോൾ ദേവയ്ക്ക് നന്ദുവിന് കുഞ്ഞുമോള് വിളിക്കണം നന്ദുന്ന്, ഞാൻ ദേവന്ന് വിളിക്കും, ദേവാനന്ദ പേര്. അപ്പോൾ ദേവയ്ക്ക് ഞാൻ എന്താണോ അതായിരിക്കണം ഒരു വഴി. അപ്പം ഞാൻ തെറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ തിരുത്തുന്നുള്ളത് അവനറിയണം. അവന് നല്ല വഴി കാണിക്കണം, അവന് നന്മയുണ്ടാവണം. ആ ഒരു ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ സദ്യ കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ആഘോഷത്തിന് പോവുകയാണെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലത് ചെയ്യണം എന്ന് തന്നെ ആഗ്രഹം. ഇവരെ മക്കൾക്കും എനിക്കുമൊക്കെ ഒത്തിരി ഇഷ്ടം പെറ്റ് സൂവിൽ പോകുന്നതാണ്. നേമത്ത് ഇവിടെ ഒരു ഫാമുണ്ട്, അപ്പം അവിടെ പോവും. അവിടെ പാമ്പും തേളുമായിട്ടൊക്കെ ഞങ്ങൾ കളിക്കും. അത് ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ആളാണ് കുഞ്ഞുമോൾ. കാരണം പാമ്പിനെ തേളിനൊന്നും അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. അവനോ കൂട്ടാണ് നന്ദു, പാമ്പിനൊക്കെ എടുത്ത് അതൊന്നും അല്ല. അവിടെ ആ ഫാമില് നമ്മൾ അലോ ചെയ്യും. അപ്പം നമുക്ക് ഇതാണ്, ഇത് മെക്സിക്കൻ മറ്റേ കിങ് സ്നേക്ക് ആണ്, അല്ലെങ്കിൽ ഇത് കോൺ സ്നേക്ക് ആണ്, ഇത് ഇന്ന ടൈപ്പ് ഇതാണ്, ഇത് ബോൾ പൈത്തനാണ്. അപ്പോൾ അത് പറയുമ്പം അവനും ആ താല്പര്യം ഉണ്ടെന്നറിയുമ്പോൾ നമുക്ക് ആ പേടി മാറും. അവിടെ റോട്ട് വീലർ ഉണ്ട്, ഇതുണ്ട്, ഗ്രേറ്റ് ഡെയിൻ ഉണ്ട്. അപ്പോൾ മൃഗങ്ങളിൽ പട്ടിയായാലും പക്ഷികളായാലും പാമ്പായാലും തേളായാലും എല്ലാത്തിനെയും കണ്ട് രസിച്ച് ജീവിക്കാം, അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത്.
ചേച്ചി കുറച്ച് മാത്രം സംസാരിക്കുന്ന ആളാണോ വീട്ടിൽ? കാരണം സംസാരിക്കുന്ന ഒരു ഗ്യാപ്പ് തരില്ല അല്ല അങ്ങനല്ല, എവിടെ പോയാലും ഞാൻ പറയും ഏട്ടൻ സംസാരിച്ചു. ഞാൻ ശീലമായി അല്ലേ? അബദ്ധം പറഞ്ഞാലോ. സാധാരണ കണ്ണൂരുള്ളവരൊക്കെ ഭയങ്കര ടോക്കറ്റീവ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഇവിടെ നല്ല ഭാഷയാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. കണ്ണൂർ ഭാഷ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ 2017 ഞാൻ കണ്ണൂർ സ്ഥലം വാങ്ങിക്കുന്നത്. എനിക്ക് ആ സ്ഥലവും ഭാഷയും ആൾക്കാരെയും ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സ്ഥലം വാങ്ങിക്കുന്നത്. അമ്മയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് അവിടെ പോയി സ്ഥലം വാങ്ങിച്ചത്? ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തിനാണ് ഞാൻ വാങ്ങിച്ചത്. അതിനൊരു കാരണം ഉണ്ടായിരുന്നു അല്ലേ? കണ്ണൂർ ഏത് ഭാഗത്താ ചേച്ചി? ഞാൻ കടന്നപ്പള്ളി. ശരി. കണ്ണൂര് ഇപ്പൊ ഈ ഓണക്കാലത്ത് വീട്ടിൽ ആരൊക്കെ ഇപ്പൊ അവിടെ ഉള്ള നാട്ടിൽ? അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഏട്ടൻ ജപ്പാനിൽ പോയി, പിന്നെ ഏട്ടത്തി അമ്മയുണ്ട്, മക്കളുണ്ട്. അപ്പൊ ഈ ഒരു ദിവസത്തെ ഓണം നമ്മൾ അവിടെ ആഘോഷിക്കുന്നുണ്ട് ഇപ്പൊ? ഇപ്രാവശ്യം പോകുന്നത് നടക്കും തോന്നില്ല. ടൈറ്റ് ഷെഡ്യൂൾ ആണ്. എങ്ങനെയാണ് ചേച്ചി ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? കാരണം കണ്ണൂർ ഒരു സാധാരണ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നു. നമുക്ക് ഈ ഒരു കലയുമായിട്ട് അധികം ബന്ധമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കൂടുതൽ ഷൂട്ട് നടക്കുന്ന എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ്. അപ്പം അവിടെ നിന്നൊരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എങ്ങനെയാണ് ഒരു നാട്ടുപുറത്ത് നിന്ന്? അല്ല, ഈ പണ്ട് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്യം കാണുമല്ലോ. എന്റെ ഫസ്റ്റ് പാഠം എന്ന് പറഞ്ഞത് 18ാമത്തെ വയസ്സിൽ ചിതറിയവർ എന്ന് പറഞ്ഞ മൂവിയാണ്. ലാൽജി ജോർജ് പറഞ്ഞ സംവിധാനം ചെയ്തത്. ശ്രീനിവാസൻ ചേട്ടന്റെ അനിയത്തിയായിട്ടായിരുന്നു ചെയ്തത്. അതായിരുന്നു എന്റെ ഫസ്റ്റ് മൂവി, ചിതറിയവർ. ഒരു ദളിത് കുടുംബത്തിൽപ്പെട്ട കഥ. അപ്പൊ അത് കഴിഞ്ഞ ശേഷമാണ് ഒരു കുറെ ആൽബംസ്. ഖൽബാണ് ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു ആൽബമാണ് എൻ്റെ ഫസ്റ്റ് ആൽബം. അങ്ങനെ ഒരു 10-12ഓളം ആൽബം, 12ഓളം പരസ്യചിത്രങ്ങൾ, പിന്നെ ഷോർട്ട് ഫിലിം, അങ്ങനെ കുറെ ചെയ്ത് പിന്നെയാണ് എൻ്റെ ലൈഫിൽ വന്ന പ്രശ്നങ്ങളൊക്കെ. കലാഫീൽഡിലേക്ക് വരുന്നതിൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല? ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എക്സും എൻ്റെ എക്സ് ഇതിനൊക്കെ എതിരല്ല, സപ്പോർട്ടായിരുന്നു. പക്ഷെ ചിലവർക്കുണ്ടല്ലോ ഈ തൊട്ടഭിനയിച്ചൂടാ, മിണ്ടിക്കോ, എടുത്തിരിക്കുക, ആ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോഴും തീർന്നു നമ്മളെ ലൈഫ്. അതല്ല, നമ്മളത് എന്താണ്, നമ്മൾ ഒന്നിച്ച് അഭിനയിക്കുന്നവർ എന്തായാലും തൊടാണ്ടോ ഒന്നും അഭിനയിക്കാൻ വേണ്ടി പറ്റില്ല. അവരെ കൂടി ഇല്ലവരോട് സംസാരിക്കാൻ വേണ്ടി അങ്ങനെയും പറ്റൂല. എങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെയൊക്കെ അവര് വന്നിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ 1 വർഷം ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു 12 വർഷത്തോളം എൻ്റെ ആ ആഗ്രഹങ്ങള്, ആ ഒരു നല്ല പ്രായം ഒക്കെ പോയി. അതെനിക്ക് മനസ്സിനകത്തേക്ക് കഴിവ് അഭിനയിച്ചില്ല. അത് ഈ സംശയരോഗം വന്ന് പിന്നെ കഴിഞ്ഞില്ല. പിന്നെ എല്ലാം സംശയ. അങ്ങനെ 12 വർഷം കണ്ണൂർ തന്നെയാണ്, പയ്യന്നൂരായിരുന്നു. പിന്നീടാണ് വീണ്ടും സീരിയലായിരുന്നു ഭദ്ര, സൂര്യ TV. അങ്ങനെയാണ് എനിക്ക് പിന്നെ തിരുവനന്തപുരത്ത് അങ്ങ് കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഓക്കെ, അപ്പൊ എനിക്ക് അല്ല, എൻ്റെ അടുത്ത് കുറെ എൻ്റെ തസീല പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവൾ പറഞ്ഞു, നിനക്ക് കഴിവുണ്ട്, നീ എന്തിനാ അത് വെറുതെ അടക്കി പിടിച്ചോണ്ടിരിക്കുന്നത്, നിനക്ക് ആക്ടിങ് പറ്റും, നീ അത് ചെയ് എന്ന് പറഞ്ഞ ഒരു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഭദ്ര എന്ന് പറഞ്ഞ സീരിയൽ കിട്ടിയപ്പോൾ പിന്നെ ഒരു സാക്ഷി എന്ന് പറഞ്ഞ മൂവി കിട്ടി. പിന്നെ ഒരു സീരിയൽ അടുപ്പിച്ച് കൃത്യം കൂടത്തായി കൊലക്കേസ്, അപ്പോഴാണ് ജോളി അത് വന്നു. അത് ജോളിയായിട്ട് ചെയ്തു. പിന്നെ എനിക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് എന്നെ ചേക്കേറാം, ഇവിടെ തന്നെയാണ്, ഇതാണ് എൻ്റെ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ നാട് തിരുവനന്തപുരമാണ്. അത് ഞാൻ എവിടെയും പറയും. പക്ഷെ ജനിച്ചു വളർന്നൊക്കെ അവിടെയാണ്. പക്ഷെ ഞാൻ സുഗമോദേവി മുഖം മാറി മാറി കാണുന്നത് ഏതൊക്കെ സീരിയലാണ്, ഏതൊക്കെ വേഷങ്ങളാണ് എന്നുള്ളത്. വിഷമം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന ക്യാരക്ടറെല്ലാം കുറച്ച് മെച്ചുവേർഡ് ആയിട്ടുള്ള വഴക്കുണ്ടാക്കുന്ന വില്ലത്തി ക്യാരക്ടേഴ്സ് ആണ്. പെർഫോം ചെയ്യാനും ഉണ്ടാവും, ചെന്ന് തലയൊക്കെ ചെന്ന് ഇടിച്ചിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ചെറിയ ടീഷർട്ട് എന്റെ കൂടെ കളിച്ച് വരുമ്പോൾ ഒരിക്കൽ അമ്പലത്തിൽ വെച്ച ഒരാൾ ചോദിച്ചു, ദേ അച്ഛൻ വിളിക്കുന്നു എന്നെ. അപ്പൊ അങ്ങനെ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള ചേഞ്ചാണ് പല ക്യാരക്ടർ. സീരിയലില് വേറെ തന്നെ ഒരു രൂപമാണ്. അത് നല്ല ഹൈറ്റും വെയിറ്റും ആണ്. ശരിക്കും കണ്ടാൽ ഞാൻ അത്ര വലിയ ഹൈറ്റും എല്ലാം അത് വേറെ തന്നെ ഒരു. അപ്പൊ ചിലവര് കണ്ടാ പറയൂ, ആ കുട്ടിയായിരുന്നോ, അയ്യോ ഇത്രയേ ഉള്ളോ, ചുരിദാറൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട് വെച്ച വേറെ രൂപമായി. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ഇതുപോലെ, ഞാൻ 4 ആളറിയ കല്യാണം കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത്. അതിന് മുന്നേ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ,
നാലാൾ അറിയുമ്പോൾ ഇങ്ങനെ നാലാൾ കാണുമ്പോൾ അയ്യോ ഇന്ന് സീരിയലിലെ കുട്ടിയല്ലേ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പം അതിനേക്കാളും വലിയൊരു പോപ്പുലാരിറ്റി ആയിരുന്നു കല്യാണം അല്ലേ? എനിക്ക് തോന്നുന്നു സീരിയലും സിനിമയൊക്കെ ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടിലും ഒരു വലിയൊരു ആഘോഷം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ രണ്ടുപേർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ലതും വരും ചീത്തയും വരും, കാരണം അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. അത് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ബാഡായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ടോ രണ്ടുപേരെയും? ഉണ്ട്. ഇപ്പോൾ യൂട്യൂബേഴ്സ് പറയുന്ന രീതിയിൽ ഈ താഴെ വരുന്ന ടൈറ്റിലിന്റെ ഞങ്ങളുടെ രണ്ടുപേരുടെ ഫോട്ടോ വെച്ചിട്ട് വിവാഹമോ വിവാദമോ ഈ കളവൻ എന്തിന്റെ കുറവ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചോദിക്കും. ഞാനത് സ്പോർട്ടീവ് എന്നല്ല, കെയർ ചെയ്യാറില്ല. കാരണം ഞാൻ ആരാണ് എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഐ ജസ്റ്റ് ലീവ് ഇറ്റ് അറ്റ് ഇറ്റ്. എനിക്കത് വലിയ പ്രശ്നമായിട്ടില്ല. കുഞ്ഞുമൊക്കെ എഫക്ട് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അതായത് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനെ തന്നെ ആൾക്കാർ വളരെ മോശമായിട്ട് പിക്ചറൈസ് ചെയ്ത് പറഞ്ഞു. അപ്പം കുഞ്ഞുമൊക്കെ എഫക്ട് ചെയ്തു. അതെനിക്ക് വല്ലാണ്ട് വിഷമമായിരുന്നു. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുഞ്ഞുമോള് മനസ്സിലാക്കി ഇവരൊക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി. പിന്നെ കട്ടക്ക് മണ്ണിന്റെ ആ ഒരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ഒരു കമന്റ് വിടില്ല, ഞാൻ മൊത്തം വായിക്കും. എന്റെ ഇരുന്ന് കയറുന്ന സങ്കടപ്പെടും. ഒരാവശ്യമില്ല. സോഷ്യൽ മീഡിയ അതിന്റെ വഴിക്ക് പോകും, നമ്മൾ നമ്മുടെ വഴിക്ക് പോകും. ഇന്നലെയും ഉണ്ടായിരുന്നു കമന്റ്. ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഏട്ടാ ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അത്രയും മോശമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന്റെ താഴെ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവൻ വീണ്ടും ഇത് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു. ഈ പല കാര്യങ്ങളും നമ്മൾ നല്ലതിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, മോശമായിട്ടുള്ള ആ മെസ്സേജ് അവൻ കണ്ടെങ്കിൽ സമാധാനായി. അഞ്ചാ പറയാൻ പാടില്ല തന്നെയാ ഞാൻ പറഞ്ഞത്. അപ്പോ ഞാൻ ബ്ലോക്ക് ചെയ്തു. അവൻ കണ്ടല്ലോ, സമാധാനം.